Hello students, today I am going to teach you a lesson from your grammar textbook. The unit is clauses. So what is a clause? A clause can be defined as a group of words that has a subject and a verb and that forms part of a sentence. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കൂട്ടം വാക്കുകൾ അതിന് അതിൻ്റേതായ ഒരു സബ്ജക്റ്റും ഉണ്ടാകും ഒരു വേർബും ഉണ്ടാകും അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീ പ്ലേസ് ക്രിക്കറ്റ് റെഗുലർലി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ക്ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. And for that we need to check whether this sentence satisfies all the conditions that are necessary for a clause. അപ്പോൾ ഒരു ക്ലോസിന് വേണ്ട ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. സോ ഇവിടെ ഹീ പ്ലേസ് ക്രിക്കറ്റ് റെഗുലർലി, ഇസ് ഇറ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്? യെസ് ഇറ്റ് ഇസ്. ദെൻ ദ സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷൻ. ഇവിടെ സബ്ജക്റ്റും വേർബും ഉണ്ടോ? യെസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആൻഡ് പ്ലേസ് എന്നതാണ് ഇവിടുത്തെ വേർബ്. Then the third criteria, that is it should be the part of a sentence. ഇവിടെ ഹീ പ്ലേസ് ക്രിക്കറ്റ് റെഗുലർലി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സെൻറ്റൻസ് ഇസ് എ ക്ലോസ്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് എ സെൻറ്റൻസ് മേ ഹാവ് വൺ ഓർ മോർ ക്ലോസസ്. അതായത് ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ ഒന്നോ അതിലധികമോ ക്ലോസസ് കാണാം. ഫോർ എക്സാമ്പിൾ, യു മേ ഗോ എനിവെയർ യു ലൈക്ക്. ഹിയർ വി ക്യാൻ ഡിവൈഡ് ദ സെൻറ്റൻസ് ഇൻ ടു ടു ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ്. ദാറ്റ് ഇസ് യു മേ ഗോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും എനിവെയർ യു ലൈക്ക് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും. സോ ലെറ്റ്സ് സീ വെദർ ബോത്ത് ദീസ് പാർട്സ് ആർ ക്ലോസ് ഓർ നോട്ട്. അവിടെ ആദ്യത്തെ പാർട്ട്, അതായത് യു മേ ഗോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ആൻഡ് അവിടെ സബ്ജക്റ്റും ഉണ്ട് വേർബും ഉണ്ട്. യു ഇസ് ദ സബ്ജക്റ്റ് ആൻഡ് ഗോ ഇസ് ദ വേർബ്. ആൻഡ് യു മേ ഗോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദി എൻറ്റയർ സെൻറ്റൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ പാർട്ട് യു മേ ഗോ ഇസ് എ ക്ലോസ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ദാറ്റ് ഇസ് എനിവെയർ യു ലൈക്ക്. Here we can see that this part is a group of words. It has a subject-verb combination and it forms the part of a sentence. Hence, it is also a clause. So, a sentence may have one or more clauses. Another feature of the clause is that the subject of a clause may be both explicit and implicit. അപ്പോൾ എന്താണ് ഈ explicit and implicit? Explicit means that which is directly stated and implicit means which is not directly stated. Let's take a sentence as an example. Parvati is a girl who is good at dance. Here we have two clauses. That is Parvati is a girl എന്ന് പറഞ്ഞ ഒരു പാർട്ടും who is good at dance എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടും. In the first part, the subject is Parvati and here it is directly mentioned. But in the second part, the subject is who, which means the subject is not directly mentioned. So we can say that in the sentence, Parvati is a girl who is good at dance. Parvati is the explicit subject and who is the implicit subject. Now, let's move on to the types of clauses. Clauses are mainly divided into two types. They are independent clause and dependent clause. Independent clauses are also known as principal clause or main clause, and the dependent clause is also known as subordinate clause. Now let's see what are the major features of independent clause and dependent clause. Independent clauses are those that can stand alone as a sentence, which means it doesn't need any other clause for its existence. അതായത് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവുള്ളത് അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് അഥവാ പ്രിൻസിപ്പിൾ അഥവാ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ മെയിൻ തോട്ട് ഓഫ് ദി സെൻറ്റൻസ്. Then coming to the features of dependent clauses, they are clauses that depend upon another clause for its meaning, which means a dependent clause doesn't have a complete thought by itself. അതായത് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവില്ലാത്തത്.
Another feature of a dependent clause is that it begins with subordinating conjunctions such as since, if, as far as, after, while, when, whenever, where, wherever, etc. Let's see some examples. First example, if it rains, the match will be cancelled. This sentence contains two groups of words. That is, if it rains എന്ന് പറയുന്ന ഒരു പാർട്ടും the match will be cancelled എന്ന് പറയുന്ന മറ്റൊരു പാർട്ടും. And each part makes sense and has a subject-verb combination. And each group is a part of the entire sentence. So we can say that here we have two clauses. And of the two clauses, the second one, that is, the match will be cancelled, is more important than the other because it contains the main thought of the sentence. അതായത് ആ രണ്ട് പാർട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ പാർട്ടാണ്. കാരണം ആ സെൻറ്റൻസിൽ എൻ്റയർ സെൻറ്റൻസിൻ്റെ മെയിൻ ഐഡിയ കൺവേ ചെയ്യുന്നത് ആ രണ്ടാമത്തെ പാർട്ടാണ്. Then the other clause, that is, if it rains, it has no independent meaning or existence. It depends upon the second clause for its meaning. And we know that a clause which contains the main thought of the sentence is called as the independent clause. And a clause which depends upon another clause for its meaning is called as the dependent clause. So here in this sentence, the part if it rains comes as the dependent clause and the match will be cancelled comes as the independent clause. Let's take another example. The girl who won the prize is my cousin. Here, when we group the words, we'll get two group of words. That is, the girl is my cousin as one part and who won the prize as the next part. Here, the part which conveys the main thought is the girl is my cousin. ആ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ മെയിൻ ഐഡിയ കൺവേ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ദ ഗേൾ ഇസ് മൈ കസിൻ. ആൻഡ് സോ ഇറ്റ് കംസ് ആസ് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. കാരണം അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് ഹൂ വൺ ദ പ്രൈസ്, കംസ് ആസ് ദ ഡിപെൻഡൻറ്റ് ക്ലോസ്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെയിൻ ക്ലോസ് ഫോർ ഇറ്റ്സ് മീനിങ്. Then here are some other examples. First one, Sumi wanted to give me a gift before I left for London. Here, Sumi wanted to give me a gift is the principal clause. And before I left for London is the dependent clause. Then the next example, I first met them in Kerala where I lived as a child. Here, the independent clause is I first met them in Kerala. അതാണൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇസ് വെയർ ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ്. അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ആദ്യത്തെ പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ ഇറ്റ് കംസ് ആസ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ദെൻ ദ ലാസ്റ്റ് സെൻറ്റൻസ്, if we meet after class, we can go home together. Here, if we meet after class comes as the dependent clause and we can go home together comes as the ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവുള്ള ക്ലോസിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആശ്രയിച്ച് നിൽക്കുന്നതിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കും. സോ സ്റ്റുഡൻസ്, I hope you got a better understanding of clauses and the two types of clauses. Thank you.